ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും സുഖമാണെന്നും സന്തോഷമാണെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. മക്കളിതാ മദ്രസയിലേക്ക് പോവുകയാണ് കേട്ടോ. മക്കളെ ഞാൻ പിന്നെ പകുതിയാക്കിയിട്ട് ഇങ്ങോട്ട് കുടിക്ക് പോകുന്നു കേട്ടോ. ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ നമ്മൾ 2 കല്ലിട്ടിക്കണം. ആ 2 കല്ല് എന്തിനാണ് അവിടെ ഇട്ടിക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾ തടഞ്ഞ് വിൽക്കൂല, അവിടെ നിന്ന് മാറ്റിയിട്ടൂടെ എന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ആളുടെ സ്ഥലമാണ്, നമ്മളെ സ്ഥലമല്ല. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അടയാളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ കല്ല് അങ്ങനെ ഇട്ടിക്കണത്. പിന്നെ മക്കൾ 2 കിടന്നുറങ്ങി തന്നെയാണ് കേട്ടോ. അവർക്കൊന്നും വയ്യ. പിന്നെ മദ്രസയിലേക്ക് പോയവർക്കും ഒരു കുഴപ്പമില്ല, എന്നാലും ചുമ നല്ല മാറിയിട്ടില്ല. അപ്പം നമ്മൾ ചായക്കടിയൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. പിന്നെ വീട്ടിൽ ഉമ്മ ഇല്ല, ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിക്കുകയാണ്. അപ്പം ഞാൻ മദ്രസയൊക്കെ മക്കൾക്ക് പോകുമ്പോൾ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ചായ എടുത്തിട്ട് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റും ചായയും കുടിക്കാമെന്ന് വിചാരിച്ച്. ഒരു ഗ്ലാസ് കട്ട എടുത്തിട്ട് മക്കൾ കിടക്കണം റൂമിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന്. സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രാവിലെ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പൊടിയരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾ മദ്രസ വിട്ട് വന്നാൽ പിന്നെ അത് കൊടുക്കാമെന്ന് വിചാരിച്ച്. കഞ്ഞിയാകുമ്പോൾ പിന്നെ അവരാണ്ട് കുടിച്ചോളും. ദോശ ഒന്നും ഇപ്പോൾ അവർക്ക് വയ്യാത്ത സമയമായ കാരണം അവർ കുടിക്കും. പിന്നെ മോളൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു, മക്കൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ് കഞ്ഞി കുടിച്ചോ? എന്താ സാധനം പുതപ്പൊക്കെ കൊടുത്തിട്ടിക്കണ്? അടുക്കള എന്ത് സാധന? ഇത് കുറ്റിപ്പര ചക്കുടുക അടുക്കളത്തെ പാത്രമൊക്കെ അവിടെ കൊടുത്തിട്ടിക്കുക. ഇന്നെ ഇറങ്ങി ഇതെന്തുണ്ടാക്കിക്കണ്? അടുക്കള ഇത് വീട്. ഇങ്ങനത്തെ വീട് മതി എനക്ക്. അപ്പൊ എനിക്ക് വാർപ്പ് വീട് വേണ്ടേ? വാർപ്പ് വീട് വേണ്ടേ? എനിക്ക് വേണ്ട വാർപ്പ് വീട്. സനക്ക് ഇങ്ങനത്തെ പെര മതിയാ? എങ്ങനത്തെ പെര വേണ്ടി? എത്ര റൂം വേണം? എന്തിനാ 5 എണ്ണം? ഇത് 3 എണ്ണം ഉണ്ടോ? ആ പെണ്ണെന്ത് വരാത്ത? ഐസുവാ, ഞാനത് എടുത്ത് തുറക്കിട്ടാ. ചക്കുടുവാ, എവിടെ? അതിൽ വെള്ളമൊക്കെ ഉണ്ടോ? കഞ്ഞി കുടിക്കണില്ലേ? എപ്പോഴാ ഐസ് എപ്പോഴാ കഞ്ഞി കുടിക്കണ? മീൻ വാങ്ങിയതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഐസായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മോള് മദ്രസ വിട്ട് വന്നേക്ക് അപ്പുറത്തേക്ക് വരാൻ കേട്ടോ കളിക്കാൻ. കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ടൊന്നും ഓള് വരുന്നില്ല. പിന്നെ ഞാൻ ഓളെ അവിടെ പോയിട്ട് വിളിച്ചു കൊടുന്നു കേട്ടോ. അവർക്ക് 2 കഞ്ഞി കൊടുത്തതിന് ശേഷം അവരെ കഴിയാൻ നേരത്തെ ഓളെ വിളിച്ചു കൊടുന്നത്. പിന്നെ ഓൾക്കാണ്ട് കൊടുത്ത് പിന്നെ ഓളെയും കഴിഞ്ഞ്
ഇപ്പോൾ കഞ്ഞി വളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കുട്ടികൾ വന്നത്. ഇഞ്ചും പടച്ചോണിട്ട് അന്ന നീതിയാണ് കേട്ടോ. എന്താ പാപ്പ ചൊല്ലില്ലേ നിത്തം 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 പൊന്നുപോലെ എന്താ പാപ്പ പൊന്നു പാപ്പ എന്തിനാണ് ഉമ്മാനോട് പൊന്നു പാപ്പ എന്തിനാണ് ഉമ്മാനോട് നിത്തം നിത്തം തം പൊന്നുമോളെ പൊന്നുമോളെ എന്തിനാണ് ഉപ്പാനോട് എന്നൊക്കെ ഉപ്പാനോട് നോക്കാം എന്താ പാപ്പ ചൊല്ലില്ലടി നിത്തം അത്ര ഉള്ളൂ. സനക്കെന്ത് പാട്ടാന്ന് വെച്ചുള്ളത്? ആന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജ്നൂനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ അനുരാഗത്തോണിലലയുന്ന കൈസ് അറിയാം നിനക്കുണ്ടതിലും മനസ്സ് അനുരാഗത്തോണിലലയുന്ന കൈസ് അറിയാം നിനക്കുണ്ടതിലും മനസ്സ് അതിനായി മരുഭൂമിൽ തുടരാം ഞാൻ തപസ് അതിനായി മരുഭൂമിൽ തുടരാം ഞാൻ തപസ് ആ മധുരം നുണഞ്ഞിൽ പിന്നെന്തിനീ ആയുസ് ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജ്നൂനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ മജ്നൂൻ വരാതെ പ്രണയമുണ്ടോ മിഴിവാതിലിലും താനെ തുറന്നോരുണ്ടോ മായാത്ത മോഹങ്ങൾ മഴയായി പൊഴിയുന്നു മായാത്ത മോഹങ്ങൾ മഴയായി പൊഴിയുന്നു ഇനിയും ഇതാഴത്തിൽ വീഴുമെങ്കിലാ ലൈല മണ്ണിൽ അലിയുമെങ്കിലാ ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജ്നൂനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ. നമ്മൾ താമസിക്കണം നമ്മളെ സ്വന്തം വീടല്ലേ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീടൊന്നുമല്ല, ഇത് നമ്മളെ വീടേ അല്ല കേട്ടോ. നമ്മളിവിടെ താമസിക്കുന്നത് തന്നെ ഉള്ളൂ, ഇത് നമ്മളെ പേരല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു പേരൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം. മക്കളെ എൻ്റെ എല്ലാവരെയും വലിയൊരാഗ്രഹമാണ് ഒരു വീട് എന്നേലും നടക്കുമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന് ഇനി ഒന്നുകൂടി കൊടുക്കണം, ഇനി മൂന്നെണ്ണം കൂടി കൊടുക്കണം, എന്നാലേ മൂന്നെണ്ണം.
ഇനി കൊടുക്ക്. തുടച്ചേനെ ഇവളെന്ത് പുറത്ത് നിൽക്കും. ആ കസാലയിൽ നിൽക്കുന്നു. അല്ലേ സോറി, കസാലിൻ്റെ അവിടെ നിൽക്കുന്നു. ആരെവിടെ നീച്ച വരണേ? മഴ പൊന്നെ നീച്ച ഫുള്ള് പൊശുനി ഇങ്ങോട്ടൊക്ക കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ട മഴ കുട്ടിക്ക്. അക്കാക്ക കഞ്ഞി കുടിക്കണോ? അക്ക ആ ഓർക്ക നീച്ചാണ്. ഗുഡ് ബോയ്. അതാ ഗുഡ് ബോയ് വീണോ? അതൊന്നും ഇനി വിരിക്കണ്ട, മതി. മണിയാ അഞ്ഞൂറ്റനോ കഞ്ഞൂറ്റനോ? കഞ്ഞൂറ്റനോ? സത്തുവാ താത്താര് കഞ്ഞു കുച്ചിക്കണ നോക്ക്. ഇവിടെ കാട്ടിക്കണ് കട്ടുമ്മ. ചക്കുടിയാ നീ ഇപ്പൊ കളിക്കാൻ പോണ്ട, കയ്യിൽ പോട്ടെ. അവളെ വിളിച്ചാടാ, ചക്കുടൂനെ വിളിച്ചാടാ. പോണ്ടാ പറ. താര കഴിഞ്ഞ എന്റെ കഴിഞ്ഞ എവിടാ? വീട്ടിക്ക് പോകണ്ടോ? കുടിക്ക് കുടിക്ക്. അതും കൂടി കുടിച്ചാ നല്ല കുട്ടി പറയും. സാറില്ല, ഇവിടെ ഉറുമ്പുണ്ട്. അം തിന്ന കാളയാതെ കൊടു. അഞ്ചുകുട്ടി തിന്നെ, തിന്നെ. അതവിടെ നിന്ന് ഇറങ്ങണ്. അതിന് കൊടുക്ക, കളയാതെ കൊടുക്ക്. എന്തത്? ഉറുമ്പുണ്ടാവട്ടെ അവിടെ. അവിടെ കറുത്തറുമ്പ് നല്ല വരുന്നുണ്ട്. ഏ പാട്ടാ? എന്തിനാ കരയണേ? അറ്റത്ത് കാട്ടിയോ? അറ്റ കൊടുക്ക്, അറ്റ കൊടുക്ക്.
എന്താണ് എന്തെങ്കിലും ചോദിച്ചാ ബിസ്ക്കറ്റ് മതിയാ? 50-50. പിന്നെ ഏതാ വേണ്ടി? ബിരിയാണിയോ? ചോറും മീൻ കൂട്ടാനും? ചോറും കുഞ്ഞമത്തിയും. ഇപ്പൊ ആവും 10 മിനിറ്റ്. ബിരിയാണി നമുക്ക്